ഹായ്, എല്ലാവർക്കും സഹറാസ് കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് രേഷ്മി ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ചിക്കൻ ഇവിടെ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടിൻ്റെ ആവശ്യമില്ല ഇവിടെ, പക്ഷെ ഞാൻ എരിവ് ബാലൻസ് ആക്കണ്ടെങ്കിൽ മക്കൾക്ക് കൊടുക്കുന്നത് കൊണ്ട് ഞാൻ മല്ലിപ്പൊടി ഇട്ടുന്നേ ഉള്ളൂ. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. 1/4 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കണം. പുളിയില്ലാത്തതാണെങ്കിൽ 1/2 കപ്പ് ഒഴിച്ച് കൊടുക്കാം. ഒരു ചെറുനാരങ്ങ പീഞ്ഞ് കൊടുക്കണം. ഇത് രണ്ടും എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ ഇതിവിടെ ഇടുന്നില്ല. ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കുക. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അരമണിക്കൂർ വെച്ചിനെങ്കിൽ ഇത് നല്ല ടേസ്റ്റായിരിക്കും. ഒരു തവ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 5-10 അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 സവാള കട്ട് ചെയ്തതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായി വാടുന്നത് വരെ, ഗോൾഡൻ കളറാവുന്നത് വരെ വാട്ടിയെടുക്കണം. ഇത് രേഷ്മി ചിക്കൻ കറി എന്ന് പേര് പറയുന്നത് പോലെയല്ല, ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് വാടി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി വാട്ടിയെടുക്കണം. ചപ്പാത്തിക്കും ദോശക്കും ചോറിന് വരെ അടിപൊളി ടേസ്റ്റുള്ള, അത്രയും നാവിൽ വെള്ളമൂറുന്ന അത്രയും രുചിയുള്ള നല്ലൊരു അടിപൊളി കറിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ഇത് വാടി വന്നിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ഈ അരപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെയും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ചുകൂടി. ഇതിലേക്ക് നമ്മൾ നേരത്തെ വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായി ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഒരു 20 മിനിറ്റ് വരെ നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിൻ്റെ സീക്രട്ട് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. വേറെ ഒരു പരിപാടി കൂടിയുണ്ട്. ഇത് അടച്ച് വെച്ചിട്ട് 20 മിനിറ്റിന് ശേഷം, നമുക്ക് 1/4 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് തുറന്നിട്ടൊന്ന് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കനെല്ലാം തിരിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. അരക്കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കണം. ഒരു 1/4 കപ്പ് മതി. മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, കട്ട് ചെയ്തത്. കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കണം. കസ്തൂരി മേത്തി ഉണ്ടെങ്കിൽ അതും കുറച്ചിട്ട് കൊടുക്കണം. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ സീക്രട്ട്. ഇതിലേക്ക് നമുക്ക് കറി 90% ആയതിന് ശേഷം ഇത് 2-3 മിനിറ്റ് ഇങ്ങനെ വെക്കണം. സ്മോക്ക് ചെയ്യാൻ വെക്കണം. ഇത് സ്മോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം കറി റെഡി ആയിട്ടുണ്ട്. കാണുമ്പം തന്നെ മനസ്സിലാകുന്നില്ലേ, വെറൈറ്റി ചിക്കൻ കറിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ പുതിയ വീഡിയോയുമായി ഇനിയും വരുന്നതാണ്.
അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ബൈ ബൈ.